നമസ്കാരം. അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അതായത് ചോദന ഇലാസ്തികതയുടെ വ്യത്യസ്ത അളവുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇലാസ്തികതയുടെ വ്യത്യസ്ത അളവുകൾ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും 5 അളവുകളാണ്, 5 ഡിഗ്രീസ് ആണ് എന്തിനുള്ളത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനുള്ളത്. ഏതൊക്കെയാണെന്ന് ഓർമ്മ കാണുമല്ലോ. ഒന്ന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, സെക്കൻഡ് വൺ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, തേർഡ് വൺ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഫോർത്ത് വൺ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇലാസ്റ്റിക് ഡിമാൻഡ്, ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു? ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൽ 2 ഡിഗ്രീസ് അല്ലെങ്കിൽ 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഗ്രാഫ് ഉൾപ്പെടെയുള്ള 2 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണല്ലോ? അത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നു, മൂന്നാമത്തെ ഡിഗ്രിയിലേക്ക് പോകുന്നു. അതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, അതായത് സമ ഇലാസ്തിക ചോദനം എന്ന് പറയും. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? സമ ഇലാസ്തിക ചോദനം, ആ ടേം സൂചിപ്പിക്കും പോലെ തന്നെ സമ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നത് when a percentage change in price leads to equal and same proportionate change in quantity demanded, that situation is called unitary elastic demand. അപ്പോൾ എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്? when a percentage change in price leads to സെയിം ആൻഡ് അല്ലെങ്കിൽ ഈക്വൽ ആൻഡ് സെയിം പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഈക്വൽ ആൻഡ് സെയിം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? അതായത് വിലയിലുണ്ടാകുന്ന ഒരു ശതമാനം മാറ്റം, അതായത് അല്ലെങ്കിൽ വിലയിലുണ്ടാകുന്ന ഒരു ആനുപാതിക മാറ്റം. വില മാറുമ്പോഴാണല്ലോ ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ വിലയിലുണ്ടാകുന്ന ഒരു ആനുപാതിക മാറ്റം അല്ലെങ്കിൽ ഒരു ശതമാന മാറ്റം, അതിന് തുല്യവും അല്ലെ, അതിന് തുല്യമായ മാറ്റം എവിടെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതേ മാറ്റവും അല്ലെങ്കിൽ അതിന് തുല്യമായ മാറ്റം ചോദനത്തിൻ്റെ അളവിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്? when a percentage change in price leads to അല്ലെങ്കിൽ causes equal and same, അതായത് അതേ പെർസെൻറ്റേജ് ചേഞ്ച് അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് തന്നെ എവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചോദനത്തിൻ്റെ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വിലയിൽ ഒരു 10% ചേഞ്ച് ഉണ്ടായാൽ ചോദനത്തിൽ എത്ര തന്നെ ചേഞ്ച് ഉണ്ടാകും? 10% തന്നെ ചേഞ്ച് ഉണ്ടാകും. അല്ലെങ്കിൽ പ്രൈസിൽ ഒരു 25% ചേഞ്ച് ഉണ്ടായാൽ ഡിമാൻഡിലും എത്ര തന്നെ ചേഞ്ച് ഉണ്ടാകും? 25% തന്നെ ചേഞ്ച് ഉണ്ടാകും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഉദാഹരണമായിട്ട് വില ഇപ്പോൾ 10% കൂടുന്നു. വില കൂടിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. എത്ര ശതമാനം തന്നെ ഡിമാൻഡ് കുറയും? 10% തന്നെ ഡിമാൻഡ് കുറയും. അല്ലെങ്കിൽ വില 25% കുറയുന്നു. വില 25% കുറഞ്ഞാൽ ഡിമാൻഡ് എത്ര ശതമാനം കൂടും? 25% തന്നെ കൂടും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് when a percentage or proportionate change in price leads to equal and same proportionate change in quantity demanded, that situation is called unitary elastic demand. മനസ്സിലാവുമല്ലോ. ഇനി അതിൻ്റെ ഗ്രാഫാണ്. ഗ്രാഫിക്കലായിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഈ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റി, അപ്പോൾ ഇൻ ദ കേസ് ഓഫ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി വിൽ ബി 1. എത്രയായിരിക്കും? അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി വിൽ ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് ഈ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൽ ഇലാസ്തികതയുടെ മൂല്യം എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ഇൻഫിനിറ്റ് ആയിരുന്നു അല്ലേ? ഇൻഫിനിറ്റി ആയിരുന്നു. സെക്കൻഡ് വൺ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ എന്തായിരുന്നു? ഇഡ് ഈസ് ഈക്വൽ ടു 0 ആയിരുന്നു. ഇവിടെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. കാരണം രണ്ടിടത്തും സെയിം ചേഞ്ച് അല്ലേ? അതായത് പ്രൈസിൽ ഉണ്ടാകുന്ന സെയിം ചേഞ്ച് തന്നെ ഇവിടെ ഉണ്ടാകുന്നു, ഡിമാൻഡിലും ഉണ്ടാകുന്നു. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, സമ ഇലാസ്തിക ചോദനം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി അതിൻ്റെ ഗ്രാഫാണ്. ഗ്രാഫിക്കലായിട്ട് അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മൾ എക്സും വൈയും വരയ്ക്കുക. എക്സ് ആക്സിൽ നമ്മൾ എന്താണ് മെൻഷൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് ഡിമാൻഡ്. എക്സ് ആക്സിൽ ഡിമാൻഡ്, വൈ ആക്സിൽ പ്രൈസ്, ഒറിജിൻ. അപ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കാം. നമുക്ക് പ്രൈസും ആദ്യം പ്രൈസും ക്വാണ്ടിറ്റിയും ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒ പി പ്രൈസിൽ എത്ര ഡിമാൻഡ് ചെയ്യുന്നു? ഒ ക്യു യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുന്നു. ഒ പി പ്രൈസിൽ, പ്രൈസ് ഇപ്പോൾ ഒ പി മീൻസ് അല്ലെങ്കിൽ 10 രൂപയായിരിക്കുമ്പോൾ 10 യൂണിറ്റ് അല്ലെങ്കിൽ 20 യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുന്നു പറയുന്നത് പോലെ ഒ പി പ്രൈസിൽ ഒ ക്യു യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. P1 ആയി ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് P1 ആയി ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് എന്ത് ചെയ്യോടെ? ആ ഡിമാൻഡ് വിൽ ഡിക്രീസ്. ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രൈസ് പിയിൽ നിന്ന് P1 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ചോദനത്തിന്റെ അളവ് ക്യൂവിൽ നിന്ന് Q1 ആയി ഡിക്രീസ് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഇതിന്റെ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം. ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെങ്കിൽ ഡിമാൻഡ് കർവ് വരച്ചാൽ മതിയാകും. ഇതാണ് ഇവിടുത്തെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, DD എന്ന് പറയുന്ന ആ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിമാൻഡ് കർവ് കണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു ആ പ്രൈസിലുണ്ടാകുന്ന അതേ ചേഞ്ച് തന്നെയാണ് എവിടെ ഉണ്ടാകുന്നത്? ഡിമാൻഡിലുണ്ടാകുന്നത്. അല്ലെങ്കിൽ പ്രൈസിലുണ്ടാകുന്ന അതേ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് തന്നെയാണ് ഡിമാൻഡിലുണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ പ്രൈസ് പിയിൽ നിന്ന് P1 ആയല്ലോ. അപ്പോൾ ആ സ്പേസ് തന്നെയാണ് എവിടെയും വരുന്നത്? ക്യൂവും Q1ഉം തമ്മിലും വരുന്നത്. അതായത് പ്രൈസ് പിയിൽ നിന്ന് P1 ആയി. ഇപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് ഇവിടെ 10% പ്രൈസ് കൂടി എന്ന് വിചാരിക്കുക. അസ്യൂം ചെയ്യുക, സങ്കല്പിക്കുക. പ്രൈസ് 10% ഇൻക്രീസ് ചെയ്തു. പിയിൽ നിന്ന് P1 ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഡിമാൻഡ് ക്യൂവിൽ നിന്ന് Q1 ആയി കുറഞ്ഞു. അപ്പോൾ പ്രൈസ് ഇവിടെ 10% കൂടിയെന്ന് സങ്കല്പിച്ചാൽ ഇവിടെയും എത്ര ശതമാനം കുറഞ്ഞു? ഡിമാൻഡ് 10% തന്നെ. അല്ലെങ്കിൽ 25% പ്രൈസ് കൂടുന്നതെങ്കിൽ ഡിമാൻഡും എത്ര തന്നെ കുറയും? 25% തന്നെ. ഇതാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. P1ന്റെ ഇതേ സ്പേസ് കണ്ടല്ലോ, P1ന്റെ പോയിന്റ്സ് അതേ സ്പേസ് തന്നെ ആയിരിക്കണം Q1ഉം തമ്മിലുള്ള സ്പേസ്. ക്യൂവും Q1ഉം തമ്മിലുള്ള അതേ സ്പേസ് തന്നെ എവിടെയും വരണം? Pയും P1ഉം തമ്മിലും വരണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ടിടത്തും ചേഞ്ച് എന്താണ്? സെയിം ആണ്. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യം സെന്റിമീറ്റർ എടുത്ത് അളന്ന് വരയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ നോക്കുമ്പോൾ കാഴ്ചയിൽ എന്താണ്? രണ്ടും സെയിം ആയിട്ട് തോന്നിയാൽ മതി. പേപ്പർ നോക്കുമ്പോൾ ആ ടീച്ചേഴ്സ് അത് അളന്ന് നോക്കില്ല, പക്ഷേ കാഴ്ചയിൽ എന്തായിരിക്കണം? രണ്ടിടത്തെയും സെയിം ആയിട്ട് തോന്നണം. അപ്പോൾ അതുപോലെ നിങ്ങൾ വരച്ചാൽ മതി. അപ്പോൾ ഓർക്കുക, P1ന്റെ സ്പേസ് തന്നെയായിരിക്കണം ഇവിടെ Q1ന്റെ സ്പേസ്. കാരണം ഇറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. പിന്നെ നമ്മൾ പറഞ്ഞു വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 ആണ്, ഈസ് ഈക്വൽ ടു 1. അപ്പോൾ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി 1 ആണെങ്കിൽ ആ സിറ്റുവേഷൻ എന്തെന്ന് വിളിക്കുന്നു? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നു. പിന്നെ പറഞ്ഞു ഇവിടുത്തെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻ ദ കേസ് ഓഫ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, the shape of demand curve is a rectangular hyperbola. എന്താണ്? rectangular hyperbola. അപ്പോൾ in the case of unitary elastic demandന്റെ കാര്യത്തിൽ shape of demand curve എന്ന് പറയുന്നത് will be a rectangular hyperbola. ആ ഷേപ്പിന് വിളിക്കുന്ന പേരെന്താണ്ട്? റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ്. മലയാളത്തിലുള്ളവരും അത് മലയാളത്തിൽ തന്നെ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. ഒരിക്കൽ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഈ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഇങ്ങനെ തന്നിട്ട് ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 10 ചോദിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ചോദിച്ചിരുന്നു. അപ്പോൾ ഷേപ്പ് പല ഷേപ്പുകൾ കാണും. ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ കാണും, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ കാണും, അല്ലേ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ കാണും. ഇങ്ങനെ പല ഷേപ്പുകളിൽ ഒന്നായിരുന്നു റെക്ടാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിന്റെ ഈ ഷേപ്പിന് വിളിക്കുന്ന പേര് എന്താണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോള. അതിനെ വിളിക്കുന്ന പേര് ജസ്റ്റ് 1 മാർക്കിന് ചോദിക്കും. അപ്പോൾ 1 മാർക്കിനെ ചോദിക്കുമ്പോൾ ഓർക്കുക, റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്ന സിറ്റുവേഷനിലെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പാണ്. മലയാളത്തിൽ പഠിക്കുന്നവർ എന്ത് ചെയ്യുക? അത് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് മലയാളത്തിൽ എഴുതുക. പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ കേസ് എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ? ഓക്കെ ആണല്ലോ? ഇതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി നമ്മൾ പോകുന്ന എന്തിലേക്കാണ്?
മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി നമുക്ക് എളുപ്പമാണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡും ലെസ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് മനസ്സിലാക്കിയവർക്ക് എളുപ്പത്തിൽ മോർ ഇലാസ്റ്റിക് ഡിമാൻഡും ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡും മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കാം എന്താണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന്. അപ്പോൾ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്ന ടേം സൂചിപ്പിക്കും പോലെ തന്നെയാണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് വരുന്നത്. മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്തികത കൂടിയ ചോദനം, ഇലാസ്തികത കൂടിയ ചോദനം, അല്ലെങ്കിൽ അതി ഇലാസ്തിക ചോദനം എന്നൊക്കെ പറയും. അതി ഇലാസ്തിക ചോദനം, അതായത് ഒരു പറയുന്നത് when a percentage or proportionate change in price leads to more proportionate change അല്ലെങ്കിൽ more than proportionate change in quantity demand, that situation is called more elastic demand or elastic demand. അപ്പോൾ എന്താണ് പറഞ്ഞത്? when a proportionate change in price leads to more proportionate change in quantity demand, that situation is called ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്ന് പറഞ്ഞാൽ വിലയിലുണ്ടാകുന്ന ഒരു ആനുപാതിക മാറ്റം അതിനേക്കാൾ കൂടുതൽ ആനുപാതിക മാറ്റം ചോദനത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണെന്ത്? മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ എന്താണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്? അപ്പോൾ ഉദാഹരണമായിട്ട് വിലയിൽ ഒരു 10% മാറ്റം ഉണ്ടായാൽ, നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൽ എന്താ പഠിച്ചത്? വിലയിൽ 10% മാറ്റം ഉണ്ടായാൽ ചോദനത്തിലും 10% തന്നെ മാറ്റം ഉണ്ടാകും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. വിലയിൽ 10% മാറ്റം ഉണ്ടായാൽ ചോദനത്തിൽ അതിനേക്കാൾ കൂടുതൽ മാറ്റം 20, 30, 40, 50% മാറ്റം എവിടെ ഉണ്ടാകും? ചോദനത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ യൂണിറ്ററിയിൽ രണ്ടിടത്തും സെയിം ആണ്, പ്രൈസിലും ഡിമാൻഡിലും സെയിം ചേഞ്ച് ആണ്. എന്നാൽ മോർ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ കേസിൽ വിലയിൽ ഒരു 10% ചേഞ്ച് ഉണ്ടായാൽ ഡിമാൻഡിൽ മോർ ദാൻ 10% എന്ന് പറഞ്ഞാൽ 20, 30, 35, 40, 45 ചേഞ്ച് ഉണ്ടാകും. ഇതാണ് എന്തെന്ന് പറയുന്നത്? മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്ട്? when a percentage change in price leads to more than percentage അല്ലെങ്കിൽ more than proportionate change in quantity demanded, that situation is called more elastic demand or elastic demand. ആ സിറ്റുവേഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഉദാഹരണം മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് വരച്ചത് ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ ഏത് നമുക്ക് ലഭിക്കും? മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ലഭിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, in the case of more elastic demand, the value of elasticity will be more than 1. അതായത് ഏത് കാര്യത്തിൽ ഈ മോർ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ കേസിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1ൽ കൂടുതലായിരിക്കും. വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എത്രയിൽ കൂടുതലാണ്ട്? 1ൽ കൂടുതലായിരിക്കും. യൂണിറ്ററിയിൽ 1 ആണ്. മോർ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ കേസിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എത്രയാണ്? 1ൽ കൂടുതലായിരിക്കും. ഇനി നമ്മൾ അതിന്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. നമുക്ക് നോക്കാം ഗ്രാഫ്. y, ഇവിടെ എന്താണ്? ഡിമാൻഡ്, പ്രൈസ്, y ആക്സിൽ പ്രൈസ്. നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുന്നു? OP പ്രൈസിൽ OQ ഡിമാൻഡ് ചെയ്യുന്നു. OP പ്രൈസിൽ OQ ഡിമാൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. P1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്ക്, പ്രൈസ് നേരത്തെ പോലെ തന്നെയാണ്. പിയിൽ നിന്ന് P1 ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ഡിമാൻഡ് ക്യൂവിൽ നിന്ന് Q1 ആയിട്ട് ഡിക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, പിയിൽ നിന്ന് P1 ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ആ സ്പേസ് കണ്ടല്ലോ, പിയും P1ഉം തമ്മിലുള്ള സ്പേസ് അതിനേക്കാൾ കൂടുതലാണ് എവിടെയുള്ളത്? ക്യൂവും Q1ഉം തമ്മിലുള്ള സ്പേസ് എന്ന് അല്ലേ? പിയും P1നേക്കാൾ കൂടുതലാണ് ആരൊക്കെ തമ്മിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്? ക്യൂവും Q1ഉം തമ്മിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇവിടെ എന്താണ്? ഒരു 10% വർദ്ധിച്ചപ്പോൾ ഡിമാൻഡ് മോർ ദാൻ 10% കുറഞ്ഞു. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രൈസ് പിയിൽ നിന്ന് P1 ആയപ്പോൾ ഡിമാൻഡ് ക്യൂവിൽ നിന്ന് Q1 ആയി കുറഞ്ഞു. പക്ഷേ ആ ചേഞ്ച് എന്ന് പറയുന്നത് പ്രൈസിലുണ്ടായ ചേഞ്ചിനേക്കാൾ കൂടുതലാണ് എവിടെയുള്ള ചേഞ്ച്? ഡിമാൻഡിലുള്ള ചേഞ്ച്. അത് ഗ്രാഫ് നോക്കിയാൽ അറിയാൻ പറ്റില്ല. P1ന്റെ സ്പേസിനേക്കാൾ കൂടുതലാണ് Q1ന്റെ സ്പേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഡിമാൻഡ് കർവ് യോജിപ്പിച്ച് വരയ്ക്കാൻ പറ്റും. ഇതാണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും. കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് വരുന്ന അല്ലേ, കുറച്ച് പരന്ന് വരുന്ന ഒരു ഡിമാൻഡ് കർവ് ആയിരിക്കും ഏതില്ലെങ്കിൽ ഒരു പരന്ന് വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ
ആയിട്ടുള്ള ഡിമാൻഡ് കർവായിരിക്കും ഏത് കേസിൽ? മോർ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ കേസിൽ. അതുപോലെ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ 1 ആയിരിക്കും, ഒന്നിൽ കൂടുതലായിരിക്കും. വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എത്രയിൽ കൂടുതലാണ്ട്? 1ൽ കൂടുതലായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ പ്രൈസ് 10% വർദ്ധിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10% പ്രൈസ് വർദ്ധിച്ചു, ഡിമാൻഡ് കുറഞ്ഞല്ലോ, അത് 20% ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അപ്പൊ പ്രൈസ് 10% ഇൻക്രീസ് ചെയ്ത്, അതായത് ഹിയർ പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 10%, then demand decreased by 20%. This situation is called more elastic demand. കാരണം ഇവിടെ പ്രൈസ് ചേഞ്ചിനേക്കാൾ കൂടുതലാണ് ഡിമാൻഡിലുള്ള ചേഞ്ച്, അതുകൊണ്ട് തന്നെ എന്തെന്ന് വിളിക്കുന്നു? മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നു. മനസ്സിലായി? ഇപ്പൊ തിരിച്ചും പറയാൻ പറ്റും, പ്രൈസ് കുറഞ്ഞപ്പോൾ ഇവിടെ P1 കുറഞ്ഞാൽ പ്രൈസ് കുറഞ്ഞ കേസും ഡിമാൻഡ് കൂടുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് വരയ്ക്കുമ്പോൾ പ്രൈസിലുള്ള ചേഞ്ചിനേക്കാൾ കൂടുതലായിരിക്കണം എവിടെയുള്ള ചേഞ്ച്? ഡിമാൻഡിലുള്ള ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് എന്തെന്ന് വിളിക്കാൻ പറ്റൂ? മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമ്മൾ ലാസ്റ്റ് 1 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ അവസാനത്തെ പോയിന്റിലേക്ക് പോകുന്നു. എന്താണ് നിങ്ങൾക്കറിയാം? എന്താണ്ടേ? ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇതിന് നേരെ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയേ, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ഡെഫിനിഷൻ മനസ്സിലായവര് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഞാൻ പറഞ്ഞു, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. നോക്കിയെന്ന് പറയാൻ പറ്റുമോ നോക്കി? ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് അവർ പറയുന്നത്, when a percentage change in price leads to less than proportionate change in quantity demand, that situation is called less elastic demand or inelastic demand. അതായത് വിലയിൽ ഉണ്ടാകുന്ന ഒരു ആനുപാതിക മാറ്റം അതിനേക്കാൾ കുറവ് ആനുപാതിക മാറ്റം ചോദനത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലാസ്തിക രഹിത ചോദനം. എന്തെന്ന് വിളിക്കുന്നത്? ഇലാസ്തിക രഹിത ചോദനം എന്ന് അറിയപ്പെടുന്നു. എന്നറിയപ്പെടുന്നു ഇലാസ്തിക രഹിത ചോദനം. അപ്പോൾ വിലയിൽ ഒരു 20% ചേഞ്ച് ഉണ്ടാവുകയാണ് എങ്കിൽ ചോദനത്തിൽ 20%-ത്തേക്കാൾ കുറവ് മാറ്റം ഉണ്ടാകുന്നു. ആ അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ? അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ വിലയിൽ 20% കുറവുണ്ടാകുന്നു. ചോദനം, വില കുറയുമ്പോൾ ചോദനം കൂടണമല്ലോ, പക്ഷേ ചോദനം 10% കൂടുന്നുള്ളൂ. ആ അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു? ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നു. മനസ്സിലാവുമല്ലോ? ഈ കേസിനെയാണ് ലെസ് ഇലാസ്റ്റിക്. അപ്പോൾ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഡെഫിനിഷൻ ഇതാണ്: when a proportionate change in price leads to less than proportionate change in quantity demanded, that situation is called less elastic demand or inelastic demand. വിലയിൽ ഉണ്ടാകുന്ന ഒരു ആനുപാതിക മാറ്റം അതിനേക്കാൾ കുറവ് ആനുപാതിക മാറ്റം ചോദനത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് ഇലാസ്തിക രഹിത ചോദനം എന്ന് അറിയപ്പെടുന്നു. ഇലാസ്തിക രഹിത ചോദനം എന്ന് അറിയപ്പെടുന്നു. ഇവിടെ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, ഇ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇ ഡി ലെസ് ദാൻ 1 ആയിരിക്കും, 1ൽ കുറവായിരിക്കും. അതായത് വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എപ്പോഴും എത്രയിൽ കുറവായിരിക്കും? ഇവിടെ 1ൽ കുറവായിരിക്കും. നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൽ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ടിടത്തും സെയിം ആണ് അല്ലേ? അതായത് പ്രൈസിൽ ഉണ്ടാകുന്ന അതേ ചേഞ്ച് തന്നെയാണ് ഡിമാൻഡിൽ. പ്രൈസിൽ 10% ചേഞ്ച് ഉണ്ടായാൽ ഡിമാൻഡിൽ 10%. മോർ ഇലാസ്റ്റിക് ഡിമാൻഡിൽ പറഞ്ഞത് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കൂടുതലാണ് ചേഞ്ച്. അപ്പോൾ പ്രൈസിൽ 10% ചേഞ്ച് ഉണ്ടായാൽ ആ ഡിമാൻഡിൽ 10% കൂടുതൽ ചേഞ്ച് ഉണ്ടാകും. പിന്നെ പറഞ്ഞു ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കുറവാണ് എവിടെയുള്ള ചേഞ്ച് എന്ന് പറയുന്നത്? ഡിമാൻഡിലുള്ള ചേഞ്ച്. ഉദാഹരണമായിട്ട് 20% പ്രൈസ് ചേഞ്ച് ഉണ്ടായാൽ അല്ലെങ്കിൽ 10% പ്രൈസ് ചേഞ്ച് ഉണ്ടായാൽ ഡിമാൻഡ് എന്ന് പറയുന്ന 10%-ത്തിൽ താഴെ ആയിരിക്കും ഡിമാൻഡിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 8%, 7%, 6%, 5% ആയിരിക്കും എവിടെയുള്ള ചേഞ്ച്? ഡിമാൻഡിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ? ഇതാണ് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും, 1ൽ കുറവായിരിക്കും. ഇനി അതിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 5 ഗ്രാഫ് പഠിക്കുന്നുണ്ട്. അത് ഓരോന്നും എന്തിൻ്റെയൊക്കെ ഗ്രാഫാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം അത് വരയ്ക്കാൻ. അപ്പോൾ അത് ഓരോ പോയിന്റ്സും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതെന്താണ് പ്രതിപാദിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരും. അത് മനസ്സിലാക്കാതിരുന്നാൽ ഓരോന്നിനും ഇപ്പോൾ മോർ ഇലാസ്റ്റിക് ചോദിക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഏതായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഗ്രാഫ് ആയിരിക്കും വരയ്ക്കുന്നത്. ഒരു മാർക്ക് പോലും കിട്ടുകയില്ല. മനസ്സിലാവുമല്ലോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് പഴയതുപോലെ തന്നെയാണ്. OP പ്രൈസ്, OQ ക്വാണ്ടിറ്റി. പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു.
P1 ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൈസിലുള്ള ചേഞ്ചിനേക്കാൾ കുറവാണ് ഇവിടെയുള്ള ചേഞ്ച് ഡിമാൻഡിലുള്ള ചേഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പ്രൈസിൽ ഒരു 20% മാറ്റം ഉണ്ടായാൽ ഡിമാൻഡിൽ അതിനേക്കാൾ കുറവാണ് ചേഞ്ച് എന്ന് പറയുന്നത്. പ്രൈസ് ഇവിടെ P-ൽ നിന്ന് P1 ആയി കൂടി, ഇവിടെ ഡിമാൻഡ് Q-ൽ നിന്ന് Q1 ആയി കുറഞ്ഞു, ശരി തന്നെയാണ്. പക്ഷേ ആ ചേഞ്ച് നോക്ക്, പ്രൈസിലുള്ള ചേഞ്ചിനേക്കാൾ കുറവാണ് ഇവിടെയുള്ള ചേഞ്ച് ഡിമാൻഡിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. ഡിമാൻഡിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസിലുള്ള ചേഞ്ചിനേക്കാൾ കുറവാണ് ഡിമാൻഡിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ സ്പേസ് P1ന്റെ സ്പേസിനേക്കാൾ കുറവാണ് Q1ന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ പ്രൈസിലുള്ള ചേഞ്ച് കൂടുതലും ഡിമാൻഡിലുള്ള ചേഞ്ച് കുറവും. അപ്പോൾ ഇത് നമുക്ക് ഡിമാൻഡ് കർവ് വരയ്ക്കാം. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നമ്മൾ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് വരച്ചതുപോലെയോ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് വരച്ചതുപോലെയോ അല്ല അല്ലേ. മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കഴിഞ്ഞ ഗ്രാഫിൽ എന്താണ്? മോർ ഇലാസ്റ്റിക് ഡിമാൻഡിൽ കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിരുന്നു, ഒരു ഫ്ലാറ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിരുന്നു എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. യൂണിറ്ററിയിൽ റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരുന്നു. ഇവിടെ നോക്ക്, ഇവിടെ സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ്. കുറച്ചുകൂടി മോർ ഇലാസ്റ്റിക് ഡിമാൻഡിനെ അപേക്ഷിച്ച്, ഇലാസ്തികത കൂടിയ ചോദനത്തെ അപേക്ഷിച്ച് ഇവിടെ എന്താണ്? DD എന്ന് പറയുന്ന കുറച്ചുകൂടി സ്റ്റീപ്പാണ്. മോർ ഇലാസ്റ്റിക് ഡിമാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡിലെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താണ്? സ്റ്റീപ്പ്. സ്റ്റീപ്പ് മീൻസ് കുത്തനെയാണ് അല്ലേ, കുറച്ചുകൂടി കുത്തനെയാണ്. കഴിഞ്ഞത് ഗ്രാഫ് നോക്കിയാൽ അറിയാൻ പറ്റും. കഴിഞ്ഞതിൽ നമ്മൾ എന്താണ്? ഇതുപോലെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിരുന്നു. ഇവിടെ അതല്ല, ഇവിടുത്തെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താണ്? ഫ്ലാറ്റർ ആണ്. ഏതിനെ അപേക്ഷിച്ച്? പിന്നെ മോർ ഇലാസ്റ്റിക് ഡിമാൻഡിനെ അപേക്ഷിച്ച് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡിലേക്ക് വരുമ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ചുകൂടി സ്റ്റീപ്പായിട്ട് വരുന്നു. സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്ട്? കുറച്ചുകൂടി കുത്തനെ വരുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് കേസ്. ഇവിടെ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്, 1ൽ കുറവാണ്. വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എത്രയാണ്? 1ൽ കുറവാണ്. ഇത്രയുമാണ് ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരും നമ്മൾ പഠിച്ച ഇതിൻ്റെ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഒക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൂടി അതിൻ്റെ ഡെഫിനിഷൻ കൂടി എഴുതിയിട്ട് വേണം എന്തിലേക്ക് വരാൻ? ആ ഡിഗ്രീസിലേക്ക് വരാനുള്ളത്. ഇത്രയും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത്രയും ആലോചിച്ച് നോക്കിയത് മനസ്സിലാവുമെന്ന് നോക്കി. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത നമ്മൾ പഠിക്കുന്നത് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അടുത്ത നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണ്? മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യനും ഇതും തമ്മിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താണ്? മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും പലർക്കും തിരിഞ്ഞു പോകുന്നൊരു ക്വസ്റ്റ്യനാണ് ഇത്. രണ്ടും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പബ്ലിക് എക്സാമിന് മാറിയും തിരിഞ്ഞും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർക്കുക. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് പഠിച്ചത്. ഇലാസ്തികതയുടെ വ്യത്യസ്ത അളവുകളാണ് പറഞ്ഞത് അല്ലേ, അളവുകളാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ആ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ 5 അളവുകൾ പഠിച്ചില്ലേ, 5 ഡിഗ്രീസ് പഠിച്ചില്ലേ? ആ ഇലാസ്റ്റിസിറ്റി, ആ 5 ഡിഗ്രീസ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയെന്നാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. മനസ്സിലായല്ലോ? അതാണ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ചോദന ഇലാസ്തികത അളക്കുന്ന വിവിധ മെത്തേഡുകൾ, വിവിധ രീതികൾ. അപ്പോൾ 2 ക്വസ്റ്റ്യനും കൃത്യമായി നിങ്ങൾ അത് മനസ്സിലാക്കി, അത് വ്യത്യാസം മനസ്സിലാക്കി വച്ചിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു പോകും. മനസ്സിലാവുമല്ലോ? അപ്പോൾ നമ്മൾ ഇനി പഠിക്കും, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണെങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്നത് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ചോദന ഇലാസ്തികതയുടെ അല്ലെങ്കിൽ ചോദന ഇലാസ്തികത അളക്കുന്ന വിവിധ രീതികൾ. ചോദന ഇലാസ്തികത അളക്കുന്ന വിവിധ, ഇപ്പൊ നേരത്തെ 5 ഡിഗ്രി കിട്ടിയില്ലേ, ആ 5 ഡിഗ്രീസ് എങ്ങനെ നമുക്ക് അളക്കാൻ സാധിക്കും, അതിനുപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ആ ജസ്റ്റ് ഒന്ന് നോക്കാം. 3 മെത്തേഡ്സ്. ഒന്നെന്ന് പറയുന്നത്
പെർസെൻറ്റേജ് മെത്തേഡ്. ഒന്ന് പെർസെൻറ്റേജ് മെത്തേഡ്. രണ്ടെന്ന് പറയുന്നത് ഗ്രാഫിക് മെത്തേഡ്. ഗ്രാഫിക് മെത്തേഡ്. തേർഡ് വൺ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പൊ നോക്ക്, മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പ്രധാനമായിട്ടും there are 3 methods for measuring elasticity of demand. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാൻ എത്ര മെത്തേഡ്സ് ഉണ്ട്? 3 മെത്തേഡ്സ്. ഒന്ന് പെർസെൻറ്റേജ് മെത്തേഡ്, ശതമാന രീതി. രണ്ട് ഗ്രാഫിക് മെത്തേഡ് എന്ന് വെച്ചാൽ ഗ്രാഫിക് രീതി എന്ന് പറഞ്ഞാൽ മറ്റു പേരുകളുണ്ട്, അത് നമുക്ക് പഠിക്കുമ്പോൾ അത് പറയാം. തേർഡ് വൺ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി എന്ന് പറയും. ഈ 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഏത്? ഈ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.